നിങ്ങൾക്കറിയാമോ ഈ ലോകത്തിൻ്റെ അവസാനം എവിടെയാണെന്ന്? നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഇഷ്ടപ്പെട്ട ഒരാൾക്കൊപ്പം അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഈ ലോകത്തിൻ്റെ അറ്റം വരെ അങ്ങ് പോകണമെന്ന്. തമാശയ്ക്കാണെങ്കിലും അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. എന്നാൽ അങ്ങനെ ആഗ്രഹിക്കുന്നവർ ഇനി അങ്ങനെ ആ ആഗ്രഹം മനസ്സിൽ വെച്ച് നിരാശരാകേണ്ട കാര്യമില്ല. ലോകത്തിൻ്റെ അറ്റത്ത്, മനുഷ്യവാസം അവസാനിക്കുന്നിടത്ത്, ഹിമപാതങ്ങളാൽ മൂടപ്പെട്ട അന്റാർട്ടിക്കിൻ്റെ തണുത്ത ആലിംഗനത്തിലേക്ക് ഭൂമി വഴിമാറുന്ന ഒരു മായാജാല സ്ഥലമുണ്ട്, ഉഷുവായ. അർജന്റീനയിലെ ടിയാറ ഡെൽ ഫ്യൂഗോ പ്രവിശ്യയുടെ തലസ്ഥാനമായ ഉഷുവായ ഒരു കൊച്ചു നഗരമാണ്. ലോകത്തിൻ്റെ അവസാന നഗരം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഈ സ്ഥലം ഭൂമിയുടെ ഏറ്റവും തെക്കേ അറ്റത്താണ് സ്ഥിതി ചെയ്യുന്നത്. കേവലം ഒരു ഭൗതികമായ അകലം മാത്രമല്ല, ഒരു അനുഭവത്തിൻ്റെ അറ്റം കൂടിയാണ് ഉഷുവായ വാഗ്ദാനം ചെയ്യുന്നത്. ഇവിടെ നിന്ന് 48 കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചാൽ പിന്നെ നമ്മൾ എത്തുന്നത് മഞ്ഞുമൂടിയ മനുഷ്യവാസമില്ലാത്ത അന്റാർട്ടിക്കയിലേക്കാണ്. അതുകൊണ്ട് തന്നെ സാഹസികരായ സഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം ഉഷുവായ അന്റാർട്ടിക്കയിലേക്കുള്ള ഒരു പ്രധാന കവാടമാണ്. ധ്രുവപ്രദേശങ്ങളിലേക്കുള്ള യാത്രാ കപ്പലുകൾക്ക് ഇതൊരു നിർണായക താവളമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് വെറും 6 മീറ്റർ മാത്രം ഉയരത്തിൽ ബീഗിൾ ചാനലിൻ്റെയും മാർഷൽ പർവ്വതനിരകളുടെയും മനോഹരമായ ഉഷുവായ ഉൾക്കടലിൻ്റെയും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഈ നഗരം പ്രകൃതി സൗന്ദര്യത്താൽ അനുഗ്രഹീതമാണ്. 80,000-ലധികം ജനസംഖ്യയുള്ള ഉഷുവായ പർവ്വതങ്ങളും കടലും മഞ്ഞും ഒത്തുചേരുന്ന ഒരു സജീവമായ കേന്ദ്രമാണ്. അന്റാർട്ടിക്കയിലേക്കുള്ള 5 അന്താരാഷ്ട്ര ഗേറ്റ്വേ നഗരങ്ങളിൽ ഒന്നായി ഇത് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളെയും ഗവേഷകരെയും ആകർഷിക്കുന്നുമുണ്ട്. ഉഷുവായയുടെ ചരിത്രം അതിൻ്റെ പ്രകൃതി സൗന്ദര്യം പോലെ തന്നെ ആകർഷകമാണ്. ഒരു കാലത്ത് ഇതൊരു നാവിക താവളമായും കുപ്രസിദ്ധമായ ജയിൽ നഗരമായും അറിയപ്പെട്ടിരുന്നു. 1902 നിർമ്മിച്ച ഉഷുവായ ജയിൽ അർജന്റീനയിലെ ഏറ്റവും അപകടകാരികളായ കുറ്റവാളികളെയും രാഷ്ട്രീയ തടവുകാരെയും പാർപ്പിച്ചിരുന്ന സ്ഥലമായിരുന്നു. അർജന്റീനയുടെ അൽക്കാട്രസ് എന്നും ഈ ജയിലിനെ വിശേഷിപ്പിച്ചിരുന്നു. കാരണം അതിൻ്റെ ഒറ്റപ്പെട്ട സ്ഥാനവും കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങളും അൽക്കാട്രസിനോട് സാമ്യമുള്ളതായിരുന്നു. 1947 ഈ ജയിൽ അടച്ചുപൂട്ടിയെങ്കിലും നഗരത്തിൻ്റെ ചരിത്രത്തിൽ ഇതൊരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. തടവുകാരെ നിർബന്ധിത കായികാധ്വാനത്തിന് വിധേയരാക്കുകയും ഈ അധ്വാനം നഗരത്തിൻ്റെ നിർമ്മാണത്തിനും വികസനത്തിനും സഹായകരമാക്കുകയും ചെയ്തു. വീടുകൾ നിർമ്മിക്കുന്നതിനും റോഡുകളും പാലങ്ങളും പണിയുന്നതിനും നഗരത്തിന് ആവശ്യമായ വിറക്, റൊട്ടി, വൈദ്യുതി എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നതിലും ജയിൽ വലിയ പങ്ക് വഹിച്ചു. അവരുടെ വിയർപ്പും അധ്വാനവുമാണ് ഉഷുവായയുടെ ഇന്നത്തെ അടിത്തറ പാകിയത് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ജയിലിനുള്ളിൽ ഇപ്പോൾ ഒരു മ്യൂസിയവും സന്ദർശകർക്കായി തുറന്നിട്ടുണ്ട്. മ്യൂസിയം സന്ദർശിക്കുമ്പോൾ തടവുകാരുടെ കഠിനമായ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും നഗരനിർമ്മാണത്തിൽ അവർ നൽകിയ സംഭാവനകളെക്കുറിച്ചുമെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജയിലിൻ്റെ തടവറകളും തടവുകാരുടെ വ്യക്തിഗത കഥകളും നഗരത്തിൻ്റെ ആദ്യകാല ചിത്രങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഉഷുവായയുടെ ആദ്യകാല നിവാസികൾ യമാന എന്ന തദ്ദേശീയ ഗോത്രവർഗ്ഗക്കാരായിരുന്നു. പാറ്റഗോണിയൻ പ്രദേശത്തിൻ്റെ കഠിനമായ കാലാവസ്ഥയിൽ ജീവിക്കാൻ അവർ പ്രത്യേകമായി പരിണമിച്ചവരായിരുന്നു. ബീഗിൾ ചാനലിൻ്റെ തീരങ്ങളിൽ മത്സ്യബന്ധനവും വേട്ടയാടലും നടത്തിയാണ് അവർ ജീവിച്ചിരുന്നത്. എന്നാൽ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ യൂറോപ്യൻ കോളനിവൽക്കരണവും പിന്നീട് ശിക്ഷാ കോളനി സ്ഥാപിച്ചതും യമാന ഗോത്രത്തിൻ്റെ സംസ്കാരത്തെ ഏതാണ്ട് ഇല്ലാതാക്കി എന്ന് പറയാം. ഇന്ന് ഉഷുവായയിൽ യമാന വംശജർ ആരും തന്നെ വസിക്കുന്നില്ല. എങ്കിലും അവരുടെ ചരിത്രവും സംസ്കാരവും നഗരത്തിലെ മ്യൂസിയങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ഒരു നാവിക താവളമായും ശിക്ഷാ കോളനിയായും തുടങ്ങിയ ഉഷുവായ 20-ാം നൂറ്റാണ്ടോടുകൂടി അതിൻ്റെ മനോഹരമായ പ്രകൃതി സൗന്ദര്യവും അന്റാർട്ടിക്കയിലേക്കുള്ള അടുത്ത ബന്ധവും കാരണം ഒരു പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായി പരിണമിച്ചു. ഇന്ന് മഞ്ഞുമൂടിയ പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട ഉഷുവായ പാറ്റഗോണിയൻ മരുഭൂമിയോടും ബീഗിൾ ചാനലിനോടും അതിർത്തി പങ്കിടുന്ന ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ്. സാഹസിക വിനോദങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ ട്രക്കിംഗ്, സ്കീയിങ്, പ്രത്യേകിച്ച് ശൈത്യകാലത്ത് കയാക്കിംഗ് ഉൾപ്പെടെയുള്ളവ ചെയ്യാം. പെൻഗ്വിനുകൾ, സീൽ, കടൽ പക്ഷികൾ, ചിലപ്പോൾ തിമിംഗലങ്ങൾ ഉൾപ്പെടെയുള്ള ജീവികളെയും കാണാനുള്ള അവസരങ്ങൾ ലഭിക്കും. നഗരത്തിന് തൊട്ടുപുറത്തുള്ള ടിയാറ ഡെൽ ഫ്യൂഗോ ദേശീയോദ്യാനം പർവ്വതങ്ങൾ, തടാകങ്ങൾ, നദികൾ, ഹിമാനികൾ, വനങ്ങൾ എന്നിവയാൽ സമ്പന്നമാണ്. ഇത് പ്രകൃതി സ്നേഹികൾക്ക് ഒരു പറുദീസയാണ്. ഇവിടെ പക്ഷി നിരീക്ഷണം, ക്യാമ്പിംഗ്, ബോട്ട് യാത്രകൾ എന്നിവ ആസ്വദിക്കാം. എൻഡ് ഓഫ് ദി വേൾഡ് ട്രെയിൻ എന്ന ചരിത്രപരമായ ട്രെയിനിൻ്റെ അവസാന സ്റ്റോപ്പും ഈ കൊച്ചു നഗരത്തിലാണ്.
1909 തടവുകാർക്ക് വിറക് ശേഖരിക്കാനായി ഉപയോഗിച്ചിരുന്ന ഈ ട്രെയിൻ ഇന്ന് ദേശീയോദ്യാനത്തിൻ്റെ മനോഹരമായ കാഴ്ചകളിലൂടെ ഒരു വിനോദസഞ്ചാരം വാഗ്ദാനം ചെയ്യുന്നു. ഇത് നഗരത്തിൻ്റെ ചരിത്രത്തെയും പ്രകൃതിയെയും ഒരുമിപ്പിക്കുന്നു. ഉഷുവായയുടെ കാലാവസ്ഥ പൊതുവെ തണുപ്പുള്ളതാണ്. വർഷം മുഴുവനും ശരാശരി താപനില 0 ഡിഗ്രി സെൽഷ്യസ് മുതൽ 10 ഡിഗ്രി സെൽഷ്യസ് വരെ വ്യത്യാസപ്പെടുന്നു. ശൈത്യകാലത്ത്, അതായത് ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ, മഞ്ഞുവീഴ്ചയും തണുപ്പും ശക്തമാണ്. ഇത് സ്കീയിങ്ങിനും സ്നോബോർഡിങ്ങിനും പറ്റിയ സമയമാണ്. വേനൽക്കാലത്ത്, അതായത് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ, താപനില അല്പം ഉയരുന്നു. ഇത് ട്രക്കിങ്ങിനും ബോട്ട് യാത്രകൾക്കും ഏറ്റവും അനുയോജ്യമായ സമയമാണ്. ഈ കാലാവസ്ഥയും അതുല്യമായ ഭൂപ്രകൃതിയുമാണ് ഉഷുവായയെ സാഹസിക വിനോദസഞ്ചാരികൾക്ക് ഒരു മികച്ച ലക്ഷ്യസ്ഥാനമാക്കി മാറ്റുന്നത്. നഗരത്തിലെ ചെറിയ തെരുവുകൾ, പഴയ കോളനി ശൈലിയിലുള്ള കെട്ടിടങ്ങൾ, പ്രാദേശിക ഭക്ഷണശാലകൾ എന്നിവ സന്ദർശകർക്ക് ആധികാരികമായ ഒരു അനുഭവം നൽകുന്നു. പ്രാദേശിക വിഭവങ്ങളിൽ, പ്രത്യേകിച്ച് കടൽ വിഭവങ്ങളിൽ, സെൻറ്റോള എന്നറിയപ്പെടുന്ന കിങ് ക്രാബിൻ്റെ രുചി വളരെ പ്രസിദ്ധമാണ്. ഇത് തീർച്ചയായും രുചിച്ചു നോക്കേണ്ട ഒന്ന് തന്നെയാണ്. ലോകത്തിൻ്റെ അവസാനം എന്ന വിളിപ്പേര് ഉഷുവായയ്ക്ക് ഒരു മാന്ത്രിക ചാരുത നൽകുന്നു. മഞ്ഞുമൂടിയ പർവ്വതങ്ങളും പെൻഗിൻ കോളനികളും ശാന്തമായ കടൽ തീരങ്ങളും ഈ നഗരത്തെ ഏതൊരു സഞ്ചാരിയുടെയും മനസ്സിൽ മായാത്ത ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒന്നാക്കി മാറ്റുന്നു. അന്റാർട്ടിക്കയിലേക്കുള്ള യാത്രകൾക്ക് മുമ്പ് ഒരു വിശ്രമ കേന്ദ്രമായും സാഹസിക പ്രവർത്തനങ്ങൾക്കുള്ള ഒരു താവളമായും ചരിത്രവും സംസ്കാരവും പ്രകൃതിയും ഒത്തുചേർന്ന ഒരു അനുഭവമായും ഉഷുവായ സഞ്ചാരികൾക്ക് മറക്കാനാകാത്ത എക്സ്പീരിയൻസ് നൽകുന്നുണ്ട്. ചുരുക്കത്തിൽ, ലോകത്തിൻ്റെ അറ്റത്തേക്കൊരു യാത്ര സ്വപ്നം കാണുന്നവർക്ക് ഉഷുവായ ഒരു മികച്ച തെരഞ്ഞെടുപ്പാണ്. കാരണം ഇതൊരു നഗരം മാത്രമല്ല, ഒരു സാഹസിക യാത്രയുടെയും ചരിത്രപരമായ കണ്ടെത്തലിൻ്റെയും പ്രകൃതിയുടെ അത്ഭുതങ്ങളുടെയും ഒരു സംഗമ ഭൂമിയാണ്. ഈ നഗരം ലോകത്തിൻ്റെ അറ്റത്തു നിന്ന് പ്രകൃതിയുടെ അത്ഭുതങ്ങളിലേക്ക് മുഴുകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സ്വപ്ന ലക്ഷ്യസ്ഥാനമാണ്. അവിടെ ഓരോ ദൃശ്യവും ഓരോ അനുഭവവും ഭൂമിയുടെ ഹൃദയത്തോടുള്ള ഒരു ആലിംഗനം തന്നെയാണ്.